GST കൗൺസിൽ നടപ്പിലാക്കിയ നികുതി ഇളവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഘടനയിൽ ഇതുവരെയുള്ള മാറ്റങ്ങളിൽ ഏറ്റവും വലിയ അഴിച്ചുപണിയാണ് നിലവിൽ വരുന്നത്. നിലവിലുള്ള 4 സ്ലാബുകൾ ഇനി 2ആയി ചുരുങ്ങും. പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഇളവുകളെല്ലാം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, ഇനി ഇത് സമ്പാദ്യോത്സവമാണ് എന്ന രീതിയിൽ. അത്രയ്ക്കും നമുക്ക് മിച്ചം പിടിക്കാനുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് രീതിയിലായിരിക്കും ഈ ഒരു പരിഷ്കരണം ജനങ്ങളുടെയൊക്കെ നിത്യജീവിതത്തിൽ പ്രതിഫലിക്കുക? ഗുഡ് മോർണിംഗ്. GST 2.0 ഏതായാലും രാജ്യത്ത് നടപ്പിലാക്കുകയാണ്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആലോചനകൾക്ക് ശേഷം, ഒപ്പം തന്നെ ചർച്ചകൾക്ക് ശേഷമാണ് GST 2 സ്ലാബുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചത്. 5, 12, 18, 28 സ്ലാബുകളായിരുന്നു. ഈ ശതമാനത്തിലായിരുന്നു നേരത്തെ GST ഈടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 2 രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 5%, 18% എന്ന രീതിയിലേക്കാണ്. 12%-ന്റെയും 28%-ന്റെയും സ്ലാബുകൾ എടുത്തു മാറ്റിയിരിക്കുന്നു. പകരം 40% എന്നൊരു സ്ലാബ് കൊണ്ടുവന്നു. അത് പുകയില ഉൽപ്പന്നങ്ങൾക്കും മറ്റനുബന്ധ ഉൽപ്പന്നങ്ങൾക്കുമാണ്. പക്ഷേ അത് ഒരു തരത്തിലും ഇപ്പോൾ നടപ്പിലാകുന്നില്ല. അത് അടുത്ത ഘട്ടത്തിൽ മാത്രമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് വളരെ കൃത്യമായ വാക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സമ്പാദ്യശീലം സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ആ ഒരു ശീലമുണ്ടാകും. കാരണം സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ കൂടുതൽ പണം എത്തുന്ന സാഹചര്യം, അവർക്ക് കയ്യിലേക്ക് കൂടുതൽ പണം എത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. പ്രധാനമായും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വിലയില്ല എന്നുള്ളതാണ്. അതായത് നികുതിയില്ല എന്നുള്ളത് തന്നെയാണ്. വില കുറയുന്നു. സ്വാഭാവികമായും നികുതി ഒഴിവാക്കുന്നതോടുകൂടി തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വളരെ വേഗത്തിൽ, ഈ മരുന്നുകളെല്ലാം തന്നെ വളരെ വേഗത്തിൽ എളുപ്പത്തിൽ സാധാരണക്കാരിൽ ഇടയിലേക്ക് എത്താൻ പറ്റും. ഒരുപക്ഷെ ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ മേടിക്കുക പലപ്പോഴും ഏറ്റവും താഴേക്കിടയിൽ ആളുകൾക്ക് അപ്രാപ്യമായിരുന്നു. അവർക്കത് വളരെ വേഗത്തിൽ വാങ്ങാനും അവർക്ക് ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതിൽ 2 തരത്തിലാണ് ഇതിനെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഒന്ന്, ഇടത്തരം കുടുംബങ്ങൾക്ക്, ഒപ്പം ഏറ്റവും താഴെ സാധാരണക്കാരായ ആളുകൾക്ക്. ഈ 2 കൂട്ടർക്കും പ്രാപ്യമാകുന്ന തരത്തിലേക്ക് തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായ നടപടികളുടെ ഭാഗമായി തന്നെയാണ് GST 2.0 നടപ്പിലാക്കിയത്. ഇനി അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, 375ഓളം ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയുന്നത്. അതിൽ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് പാക്ക് ചെയ്ത് വരുന്ന, കവർ ചെയ്ത് വരുന്ന ഭക്ഷ്യവസ്തുക്കളുണ്ട്. ഒപ്പം തന്നെ പനീർ അടക്കമുള്ള വസ്തുക്കളുണ്ട്. ഇങ്ങനെ നിരവധിയായ ഭക്ഷ്യവസ്തുക്കളുണ്ട്. അതോടൊപ്പം തന്നെ TV, AC തുടങ്ങിയ ഗൃഹോപകരണങ്ങളുണ്ട്. മറ്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്. ഇതോടൊപ്പം തന്നെ ചെറിയ കാറുകളുണ്ട്. അതോടൊപ്പം തന്നെ 350 cc താഴെയുള്ള ബൈക്കുകളുണ്ട്. സ്വാഭാവികമായും സാധാരണ ഒരു മനുഷ്യൻ, നമുക്കറിയാം, ചെറിയ CC-യിലുള്ള ബൈക്കുകളൊക്കെ വാങ്ങുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കെതിരെ, അതുപോലെ തന്നെ ചെറിയ കുടുംബങ്ങൾക്ക് കാറുകൾ വാങ്ങാൻ, ഇങ്ങനെ നിരവധിയായ കിഴിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ നികുതി കുറയുന്നതോടുകൂടി തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു സാധാരണ കുടുംബത്തിന് ഒരു കാർ വാങ്ങുന്നത് അപ്രാപ്യമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മാരുതി അടക്കമുള്ള പല കമ്പനികളിലും ചെറു കാറുകൾക്ക് വില കുറച്ചിരിക്കുന്നു. ഇങ്ങനെ നിരവധിയായ തരത്തിലുള്ള കുറവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട വരുന്നത്. ഇനി അത് ഏത് തരത്തിൽ താഴേക്ക് പ്രതിഫലിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഒരു ആശങ്ക അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പനികൾ വ്യക്തമാക്കിയത് ഈ കുറവ് സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക്, മേടിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുവെന്ന് അവർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത് ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശങ്കകൾക്ക് ഇപ്പോൾ വകയില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കേണ്ടി വരും. ഇനിയൊരു പ്രശ്നമുള്ളത്, സംസ്ഥാനങ്ങൾക്ക് ഏത് തരത്തിൽ ഇതിന്റെ സാമ്പത്തിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ നികുതി കുറവ് കൊണ്ടുള്ള നഷ്ടം നികത്തപ്പെടും എന്നുള്ളതാണ്. അതിന് ഈ കൂട്ടിയ നികുതിയുടെ അത് മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. സ്വപ്ന. പ്രശാന്ത്, സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ആലോചിക്കേണ്ടതുണ്ട്. അവർ പറയുന്നത് ഓൾറെഡി ഈ GST നിരക്കുകളെല്ലാം കൂടുതലായിരുന്നു, അതിനെയാണ് കുറച്ച്. പ്രത്യേകിച്ചും ഈ ബീഹാറിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ അത് മുന്നിൽ കണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സ്വപ്ന, ഈ GST ഇന്നലെ രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമ്പോൾ അതിനകത്ത് കാര്യമായ രാഷ്ട്രീയങ്ങൾ പറഞ്ഞില്ല. പക്ഷെ അതിനു മുൻപ് 2 പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോഴും നികുതി കൊള്ളയാണ് രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലമായി നടന്നുകൊണ്ടിരുന്നത്. NDA സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി നികുതി പരിഷ്കരണം എന്ന നിലയിൽ കാര്യങ്ങൾ വന്നത്. അതിനു മുൻപ് കൃത്യമായി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ വലിയ രീതിയിൽ നികുതി ചുമത്തിയാണ് പോയിക്കൊണ്ടിരുന്ന ആരോപണം രാഷ്ട്രീയ ആരോപണമായി തന്നെ ഉയർത്തിയിരുന്നു. ഇതിന് മറുപടിയാണ് പ്രതിപക്ഷം പറഞ്ഞത്, കൂട്ടിയ നികുതി കുറയ്ക്കുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ
ഒരു സ്ലാബ് ഒരു ഘട്ടത്തിലും ഒരു സർക്കാരുകളും മുന്നോട്ട് വെച്ചിരുന്നില്ല. വലിയ രീതിയിലുള്ള നികുതി പിരിവാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. അത് ഈ പറയുന്നത് പോലെ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ കേരളം, പുതുച്ചേരി, തമിഴ്നാട് അടക്കമുള്ള പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരം ഒരു കുറവ് വരുന്നത്. ഇതെല്ലാം തന്നെ രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് ഈ കുറവ് വരുമ്പോൾ സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ വലിയ കുറവ് വരുന്നുണ്ട്. അത് എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും, അതിനെന്ത് പ്രതിവിധി എന്നുള്ളത് കൃത്യമായി പറയുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപമായി പ്രതിപക്ഷം ഉയർത്തുന്നത്. പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ കേരളമടക്കം നേരത്തെ ഈ വിഷയം GST കൗൺസിലിൽ ഉന്നയിച്ചതാണ്. ആ സമയത്ത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് മറ്റു ചില വസ്തുക്കൾക്ക് നികുതി കൂടുന്നുണ്ടല്ലോ, അതിൽ നിന്നുള്ള വരുമാനത്തിലൂടെ ഈ കുറവ് നികത്തിപ്പോകാം എന്നുള്ളതാണ്. ഇനി അത് ഏത് തരത്തിലെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ.